അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം താനോസിനെ പോലെ ഒരു വലിയ വില്ലനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കുമെന്നൊരു വലിയ ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട് മാർവൽ 2022 സാൻഡിയാഗോ കോമിക്കോൺ ഇവൻറ്റിലൂടെ തിരുത്തിയിട്ടുണ്ടായിരുന്നു. സോ എന്തെന്ന് പറഞ്ഞാൽ കാൻ ദ കോൺഗ്രർ എന്നൊരു മേജർ വില്ലനെ മാർവൽ MCയിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. ആൻഡ് ആ ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോണത്തൻ മേജേഴ്സ് എന്നൊരു ആക്ടറും കൂടിയായിരുന്നു. സോ ആദ്യമായിട്ട് നമ്മൾ കാൻ ദ കോൺഗ്രറിനെ കാണുന്നത് ലോക്കി സീസൺ 1 ഹീ ഹു റിമെയിൻസ് എന്ന ഈ ഒരു വേരിയൻ്റ് ആയിട്ടായിരുന്നു. അതിനുശേഷം ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടംമേനിയ സിനിമയിലൂടെയും പിന്നീട് കാൻ ദ കോൺഗ്രറിനെ മാറ്റി ഡോക്ടർ ഡൂമിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണെന്ന് നമ്മൾ ഈയിടയ്ക്കാണ് അറിഞ്ഞത്. എന്തുകൊണ്ടാണ് കാങ്ങിനെ മാറ്റി ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാൻ പോകുന്നത്? ഈ ഒരു കാര്യത്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നീ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. താനോസ് എന്നൊരു ഹൈ പ്രൊഫൈൽ വില്ലൻ നേടിയെടുത്ത അതേ ഒരു ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു വില്ലനെയും കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് മാർവൽ കാൻ ദ കോൺഗ്രറിനെ MCയിലോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ആൻഡ് ഈ ഒരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോണത്തൻ മേജേഴ്സ് എന്നൊരു ആക്ടറായിരുന്നു. സോ ഇദ്ദേഹം ആദ്യമായിട്ട് കാൻ ദ കോൺഗ്രറിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ട് അപ്പിയർ ആയിട്ടുണ്ടായിരുന്നത് ലോക്കി സീസൺ 1 ആൻഡ് ഹി വാസ് ഹീ ഹു റിമെയിൻസ്. സോ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രീതിയിലാണ് കാൻ ദ കോൺഗ്രർ എന്ന ഒരു ക്യാരക്ടറിനെ ആ ഒരു ആക്ടർ റിപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നമ്മൾ ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടംമേനിയ സിനിമയിൽ ഈ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നല്ല രീതിയിലാണ് കാങ്ങിനെ പൊർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് നോക്കുവാണെങ്കിൽ വെറും ഉറുമ്പുകളെല്ലാം കാൻ ദ കോൺഗ്രറിനെ ഡിഫീറ്റ് ചെയ്യുമെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് വന്ന അതേ ഒരു തോട്ട് തന്നെയാണ് ഫാൻസിനും വന്നിട്ടുണ്ടായിരുന്നത്. സോ മാർവലിന് മനസ്സിലായി അത് ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷനിൽ അത്രയും വന്നിട്ടില്ല. ആൻഡ് അതൊരു ബോക്സ് ഓഫീസ് ഫെയിലിയർ തന്നെയായിരുന്നു മാർവലിൻ്റെ ഭാഗത്ത്. ലോക്കി സീസൺ 2 അവസാനം നമ്മളെല്ലാവരും കണ്ടതാണ്. കാങ്ങിനെ ലോക്കി ഡിഫീറ്റ് ചെയ്തിട്ട് TVനെ കൺട്രോൾ ചെയ്ത് അതേ ടൈമിൽ മൾട്ടിവേഴ്സിന് അതിൻ്റേതായ ഒരു ഫ്രീ വില്ല് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദി എൻഡ് ഓഫ് ലോക്കി സീസൺ 2 നോക്കുവാണെങ്കിൽ കാങ്ങിനെ ലോക്കി അവിടെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ കാങ്ങിന് ഒരു പെർഫെക്റ്റ് എൻഡും നൽകിയിട്ടുണ്ട് മാർവൽ. ബട്ട് ദ എക്സാക്ട് ഡൗൺഫോൾ ഓഫ് കാൻ ദ കോൺഗ്രർ ആരംഭിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ചാർജസിലൂടെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ജോണത്തൻ മേജേഴ്സ് എന്ന ആക്ടറിൻ്റെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസിനെതിരെ കുറേയധികം റൂമേഴ്സും കുറേയധികം അലിഗേഷൻസും ഉണ്ടാകുന്ന ഒരു ടൈമിൽ തന്നെ മാർവലിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. സോ അപ്പോൾ തന്നെ മാർവൽ എന്തെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ലോക്കി സീസൺ 2 അവസാനം ഈ ഒരു ക്യാരക്ടറിന് അവിടെ ഒരു എൻഡ് കൊടുക്കുന്നതാണ് ബുദ്ധി എന്നുള്ളൊരു കാര്യം ഡിസ്നി മനസ്സിലാക്കുകയും അവിടെ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ റീകാസ്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ജോണത്തൻ മേജേഴ്സ് എന്നൊരു ആക്ടറിനെ ഗിൽറ്റി ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ജയിലിൽ പോകും, അദ്ദേഹത്തിനെ ഇനി മാർവലിലോട്ട് കൊണ്ടുവന്ന മാർവലിൻ്റെ റെപ്യൂട്ടേഷനും പോകും. സോ അങ്ങനെയെല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടറിനായി റീകാസ്റ്റ് ചെയ്യായിരിക്കും, മറ്റൊരാൾ കാൻ ദ കോൺഗ്രറിൻ്റെ വേരിയൻറ്റ് പ്ലേ ചെയ്യാൻ ചാൻസസ് ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു പോസിബിലിറ്റിയാണ് മാർവൽ ലോക്കി സീസൺ 2 എൻഡിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം മാർവൽ എന്ത് പോസിബിലിറ്റിയും നടക്കാം, എന്തെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ കാര്യങ്ങൾ. കാരണം കഥ എഴുതി വരുമ്പോഴത്തേനും അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോളിലൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. സോ കാൻ ദ കോൺഗ്രർ തന്നെ ആയിരിക്കും വില്ലൻ എന്നൊരു എക്സ്പെക്റ്റേഷനിൽ ഇരുന്ന ടൈമിലാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് കാൻ ദ കോൺഗ്രർ വാസ് റീപ്ലേസ്ഡ് വിത്ത് ഡോക്ടർ ഡൂം. ആൻഡ് ഡോക്ടർ ഡൂമിനെ പോർട്രേ ചെയ്യുന്നത് ആരാണ്? RDJ, റോബർട്ട് ഡൗണി ജൂനിയർ. സോ ഇപ്പം മാർവലിൻ്റെ ഹൈപ്പ് നോക്കുവാണെങ്കിൽ മാർവൽ ഈസ് സോ ടോപ്പ്. പക്ഷേ ആ ഒരു കാൻ ദ കോൺഗ്രറിനെ വില്ലനായി വെച്ച ടൈമിൽ മാർവൽ അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ഹൈപ്പിൽ ചെന്നിട്ടില്ലായിരുന്നു. പക്ഷേ അത് ഡോക്ടർ ഡൂമിലൂടെ അത് തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് അത് റീകാസ്റ്റ് ചെയ്തെടുത്തത് ആര് വെച്ചാണ്? റീകാസ്റ്റ് അല്ല, ആ ഒരു കാസ്റ്റ് ചെയ്യാൻ പോയത് ആരെയാണ്? നമ്മുടെ സ്വന്തം അയൺമാൻ്റെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന റോബർട്ട് ഡൗണി ജൂനിയർ. സോ ഇവിടെ മാർവൽ എന്തൊക്കെയോ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. സോ എന്താണേലും നമുക്ക് ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന സിനിമയിൽ കുറേയധികം എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഡോക്ടർ ഡൂമിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഹീസ് സോ പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. സോ അതുപോലെ ഓസമായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് ഡോക്ടർ ഡൂം. ആൻഡ് കോമിക്സിലൊക്കെ നോക്കുവാണെങ്കിൽ വാട്ട് ഇഫ് സീരീസിലൊക്കെ ആണെങ്കിൽ അയൺമാൻ ഡോക്ടർ ഡൂം ആകുന്നതൊക്കെ ഉണ്ട്. സോ ഏത് രീതിയിലാണ് ഡോക്ടർ ഡൂമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. കാരണം അയൺമാൻ്റെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആക്ടർ തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നതും. സോ നമുക്ക് എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാണ്ട് വേറെ വഴിയില്ല. ആൻഡ് കുറേ കോമിക് ഇഷ്യൂസിലൊക്കെ നോക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ കുറേ പോസിബിലിറ്റീസൊക്കെ ഉണ്ട്. സോ എനിവേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇൻ ഫ്യൂച്ചർ വീഡിയോസിലൂടെ നോക്കുന്നതായിരിക്കും. സോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.